ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സെറ്റിംഗാണ് പറഞ്ഞു തരാൻ പറ്റുന്നത്. നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് തംബ്നെയിൽ. അപ്പം ഞാൻ നോക്കുമ്പം എൻ്റെ ഈ ഗാർലിക് ബ്രെഡിൻ്റെ വീഡിയോ ആക്ച്വലി ഇത് ഭയങ്കരമായിട്ട് വ്യൂസ് കുറവായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഞാൻ ഇന്ന് തംബ്നെയിൽ ചേഞ്ച് ചെയ്യാണ്. ഞാനിത് സത്യം പറഞ്ഞാൽ ഇന്ന് ഞാനൊരു ന്യൂ യൂട്യൂബറാണ്. ഇന്നാണ് ഞാൻ ഈ സെറ്റിങ്സ് കണ്ടുപിടിക്കുന്നത്. ഇതിൽ എത്രത്തോളം ചേഞ്ച് വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നമുക്ക് നോക്കാം. അപ്പം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു സെറ്റിങ്ങാണ്. എന്നുവെച്ചാൽ ഓട്ടോമാറ്റിക്കലി ആണ് യൂട്യൂബ് ഡിറ്റക്റ്റ് ചെയ്യുന്ന തംബ്നെയിലാണ് വരുന്നത്. അപ്പോൾ തുടക്കക്കാരായ യൂട്യൂബേഴ്സിന് ഈ ഒരു കാര്യം അറിയണമെന്നില്ല. അപ്പോൾ ഞാൻ ആ തംബ്നെയിൽ വെച്ച് തന്നെ അപ്ലോഡ് ചെയ്യും. എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് നമ്മൾ കൂടുതൽ ഗവേഷണം നടത്തുമ്പോഴാണല്ലോ ഇതിനെപ്പറ്റി പഠിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് കണ്ട് എഡിറ്റ് ഇതെന്താണ് ഇത് വ്യൂസ് കൂടാത്തതെന്ന് കരുതി നോക്കിയതാണ്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണുന്നത്, ഇവിടെ തംബ്നെയിൽ മാറ്റാമെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അത് ഒരു ബിഗിനിങ് സ്റ്റേജ് അല്ലേ. അപ്പോൾ ഞാൻ പോയിട്ട് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ തംബ്നെയിലായിട്ട് ഇടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കുറച്ച് ക്യാച്ചി ആയിട്ടിരിക്കും. എപ്പോഴും ആ ഫൈനൽ പ്രസൻറ്റേഷൻ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ ആൾക്കാർക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും തുടക്കം മുതലുള്ള. ഇത് ഈ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോസ് ആയതുകൊണ്ട് തന്നെ അത്ര ഒരു ക്വാളിറ്റി ഒന്നുമില്ല. അപ്പോൾ അത് കാരണമായിരിക്കാം വ്യൂസ് കുറവ്. പക്ഷേ ആ ഫൈനൽ